ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ ഫ്രൈ ആണ്. ഇത് ഞാൻ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ചെറിയ സ്ലൈസായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനൊപ്പം 1 നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു നല്ലൊരു ബാറ്ററാക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലൊരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാത്ത ഒരു ബാറ്ററാണ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആപ്പിൾ പീസസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോ പീസസായി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ ഒരു വശം പാകമാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന എന്നാൽ നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ആപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.